എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 23-ാം വാക്യം. ഉൽപ്പത്തി 32:23. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി. തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഏകനായി ദൈവസന്നിധിയിൽ തിരഞ്ഞെടുക്കപ്പെടുകയും നടക്കുകയും ശേഷിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ഒക്കെ ചെയ്ത ധാരാളം ആളുകളെക്കുറിച്ച് പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അബ്രഹാമിനെ കുറിച്ച് കഴിഞ്ഞ ചിന്തയിൽ നമ്മൾ പങ്കുവച്ചു. ഇവിടെ ഏകനായി ശേഷിച്ച യാക്കോബിനെ കാണുന്നു. യാക്കോബ് ഏകനായി 2 പ്രാവശ്യം ദൈവസന്നിധിയിൽ നിൽക്കേണ്ടി വന്നു. അവൻ ദൈവത്തെ അന്വേഷിച്ചു വന്നതല്ല, യാദൃച്ഛികമായി എത്തിയതാണ്. ഒരിക്കൽ വനാന്തരത്തിൽ കല്ല് തലയിണയായി വെച്ച് ഉറങ്ങുമ്പോൾ ദൈവം തന്നെക്കുറിച്ചുള്ള വലിയ ദർശനം അവന് കൊടുത്തു. അപ്പനെയും ജ്യേഷ്ഠനെയും ഒക്കെ സൂത്രത്തിൽ കബളിപ്പിച്ച് അനുഗ്രഹം കൈക്കലാക്കാനുള്ള തത്രപ്പാടിൽ മുൻപോട്ട് പോയി. ദൈവിക ദർശനത്തെക്കുറിച്ചുള്ള യാതൊരു അറിവും ആ സമയത്ത് യാക്കോബിനില്ലായിരുന്നു. ദൈവം തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദീർഘമായ പദ്ധതി വെളിപ്പെടുത്തിയപ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള മനോഭാവമോ ചിന്താഗതിയോ നിർഭാഗ്യവശാൽ അവനില്ലായിരുന്നു. അവൻ്റെ വീക്ഷണം അന്ന് തനിക്ക് വേണ്ടുന്ന 3 കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നു. അതായത് യാക്കോബ് സ്വപ്നം കണ്ട് ഉണർന്ന് ദൈവ ദർശനം മനസ്സിലാക്കി ദൈവത്തോട് നടത്തുന്ന ഒരു സാധാരണ പ്രാർത്ഥന, തനിക്ക് വേണ്ടിയിരുന്നത് ഭക്ഷിപ്പാൻ ആഗ്രഹവും ആഹാരവും ധരിപ്പാൻ വസ്ത്രവും അപ്പൻ്റെ വീട്ടിൽ തിരിച്ചെത്തിക്കുന്ന ഒരു ശുഭയാത്രയും. അതാണ് യാക്കോബ് ദൈവസന്നിധിയിൽ ആവശ്യപ്പെട്ട കാര്യം. ഒരു ശരാശരി മനുഷ്യൻ്റെ പ്രാർത്ഥനയും ആഗ്രഹവുമായിരുന്നു യാക്കോബിന് അപ്പോൾ ഉണ്ടായിരുന്നത്. ദൈവത്തിന് തന്നെക്കുറിച്ചുള്ള ശ്രേഷ്ഠമായ പ്ലാൻ ഗ്രഹിക്കാനോ അതിനെ വിധേയപ്പെടുത്തി കൊടുക്കാനോ യാക്കോബിന് ഒരു താല്പര്യവുമില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ചു നാളത്തേക്ക് യഥാർത്ഥ അനുഗ്രഹം അവന് വിട്ടുമാറി നിന്നു. ദൈവവും അവനെ സ്വന്തമായ രീതിയിൽ തൻ്റെ ജീവിതം മുൻപോട്ട് നയിക്കാനായി വിട്ടു. ഏറെക്കുറെ 20-21 വർഷങ്ങൾക്ക് ശേഷം യാക്കോബിൻ്റെ കനാനിലേക്കുള്ള മടക്കയാത്രയിൽ വീണ്ടും ദൈവം അവനോട് നേരിട്ട് ഇടപെടുന്ന രംഗമാണ് നമ്മൾ വായിച്ചത്. ആ യാത്രയിലെ ഒരു രാത്രിയിൽ സകലവും ആറ്റിനക്കരെ കടത്തിയ ശേഷം അവൻ മാത്രമായി കരയിൽ ശേഷിച്ചു. ആ സമയത്ത് യഹോവയുടെ ദൂതനുമായി മല്ലുപിടിക്കേണ്ടി വന്നു എന്ന് നമ്മൾ കാണുന്നു. യഥാർത്ഥ അനുഗ്രഹമാണ് ഇപ്പോൾ യാക്കോബിന് വേണ്ടിയത്. തനിക്ക് വേണ്ടിയതെന്ന് താൻ മുൻപ് കരുതിയിരുന്ന 3 കാര്യങ്ങളും ഇന്ന് ഒരു വിഷയമല്ല. അവൻ ദൈവസന്നിധിയിൽ ഹൃദയം തകർന്ന് കരഞ്ഞ് അപേക്ഷിച്ചു എന്ന് ഹോശേയ 12:4 നമ്മൾ കാണുന്നു. യഹോവയുടെ ദൂതനെ അനുഗ്രഹം ലഭിക്കുന്നത് വരെ മുറുകെ പിടിച്ചു. അതിൻ്റെ ഫലം ചതിയനായിരുന്ന യാക്കോബ് ദൈവത്തിൻ്റെ പ്രഭുവായ അന്തസ്സുള്ളവനായി മാറി. പേര് മാറ്റപ്പെട്ടു. യാക്കോബ് എന്നതിന് പകരം ഇസ്രായേൽ എന്ന നാമം ദൈവം അവന് നൽകി. പിന്നെ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസ ജീവിതം പൂർത്തിയാക്കി ജീവിതം അവസാനിപ്പിച്ചു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലെ വിശ്വാസ വീരന്മാരുടെ പട്ടികയിലും യാക്കോബ് കടന്നുകൂടി. അപ്പോൾ ചില കാര്യങ്ങൾ മറുകര കടത്തി ഒന്നുമില്ലാതെ തനിച്ച് ശേഷിച്ച
അവസരത്തിലാണ് ദൈവദൂതൻ യാക്കോബിന് പ്രത്യക്ഷനാകുന്നത്. തനിച്ച് നിൽക്കുക എന്ന് പറയുന്നത് ഒരു ബലഹീനതയല്ല, പരാജയമല്ല. ദൈവത്തിന് നമ്മളോട് ഇടപെടാനുള്ള സമയമാണ്. യാക്കോബിൻ്റെ മനസ്സിൽ ആ സമയത്ത് ആടുമാടുകളെക്കുറിച്ചോ ഭാര്യമാരെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ ദാസീദാസന്മാരെക്കുറിച്ചോ ഒന്നും ആയിരുന്നില്ല. ഏകനായി ഒരുതരം ഭയമുള്ളിൽ അവനെ ഇങ്ങനെ ചൂഴ്ന്നുകൊണ്ടിരുന്നു. ജ്യേഷ്ഠൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്നതായിരുന്നു ആശങ്കയ്ക്ക് കാരണം. അപ്പോൾ നമ്മുടെ ഭാരങ്ങളുടെയും ആശങ്കകളുടെയും ഒക്കെ മധ്യത്തിൽ ഏകരായി ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ താല്പര്യപ്പെടുന്നെങ്കിൽ ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തും, മാറ്റും. വൈരാഗ്യത്തോടെ ഇവനെ കാത്തിരുന്ന സഹോദരൻ്റെ മനസ്സിന് രൂപാന്തരം വന്നു. കാരണം മറുകര കടന്നു പോകുന്നത് ഇസ്രായേലാണ്, യാക്കോബായിട്ടല്ല പോകുന്നത്. ചതിയനെ രൂപാന്തരപ്പെടുത്തിയ ദൈവത്തിൻ്റെ സന്ദർശനം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തനിയെ നേരിടാനാവാത്ത ഭയങ്കരമായ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ലോകത്തിൽ നമുക്ക് ആശ്രയിക്കാവുന്നതെല്ലാം നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ ഏകരായി വരുന്നുവെങ്കിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും, രൂപാന്തരപ്പെടുത്തും. പ്രാർത്ഥിക്കാം. കരുണയുള്ള വാഴ്ത്തപ്പെട്ട കർത്താവെ, മനോഹരമായ പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം. ഇന്നത്തെ പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമായ കൃപയും ഊർജവും ഒക്കെ ഞങ്ങൾക്ക് അങ്ങയുടെ വചനത്തിൽ നിന്ന് നൽകുന്നതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളെ കാത്തുകൊള്ളണമേ, ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയണമേ, യാത്രകളിൽ കൂടെ ഇരിക്കണമേ. ഞങ്ങൾ ഭാരപ്പെടുമ്പോൾ, ബുദ്ധിമുട്ടുമ്പോൾ, ഞങ്ങൾക്ക് നേരിടാൻ സാധിക്കാത്ത വലിയ പ്രതിസന്ധികൾ ജീവിതത്തിന് മുൻപിൽ ഒരു മതിലായി ഉയർന്നു വരുമ്പോൾ ഏകരായി അങ്ങയുടെ സന്നിധിയിൽ നിൽപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. കർത്താവെ, അങ്ങയിൽ നിന്ന് വചനത്തിൽ നിന്നും ശക്തി ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ മാറാത്ത കൃപയിൽ അടിയങ്ങളെ കാക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കരുണയുടെ കരങ്ങളിൽ പുതിയ വർഷം കർത്താവ് കാത്തുകൊള്ളണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക അനുഗ്രഹവും കൃപയും നാം ഏവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.